ഹായ് ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ടാമത്തെ വീഡിയോ ആണ്. ഇന്ന് ന്യൂ ഇയർ ആണ്. ഇന്ന് ഓഫീസ് ലീവായ തന്നെ നമ്മളെ കുറച്ച് തൈകളുണ്ട്. ഇതിനൊക്കെ നമുക്കിവിടെ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഫസ്റ്റത്തെ ടാസ്ക്. അപ്പോൾ നമുക്ക് നേരെ ടാസ്കിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ട ടൂൾ വാ റെഡി ഉണ്ട്. കർഷകനായില്ലേ? ഓക്കെ. ഫസ്റ്റത്തെ പരിപാടി അത് കട്ടകൾ നീക്കിക്കണോ? ഇത് എങ്ങനെ ഇടണ്ട്? ഈശ്വര ഭഗവാൻ, ഇതിന്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ? അടക്കി വെച്ചു. അടുത്തത് അടക്കി വെച്ചു. വാവ്, നിങ്ങൾ ഫ്രെയിമിലുണ്ടാ? ഇത് ഏത് മാവ? മൂവാണ്ട മാവേ വാവ. ഇത് കേടുണ്ട് പോകുന്നുണ്ട്. വേനലായ ഇതിനൊന്നും നനയ്ക്കാം. ഓക്കെ, തൽക്കാലം ഞാൻ ഇതിന്റെ ബാക്കിക്ക്. എവിടെ കുഴി വേണ്ടേ? ഇവിടെ ആയാലോ? ആക്ഷൻ. വലിയ ചെടിക്ക് വലുത്, ചെറിയ ചെടിക്ക് ചെറുത്. അതാണ്. രണ്ട് കൊട്ട് കെട്ടിയപ്പോ ഞാൻ കതച്ചു. ഇനി ബാക്കി പണി നാളെ. അയ്യോ, അവിടെ മുമ്പ്. അപ്പോ ഈ മുളക് തൈന്റെ ഇടയിൽ നിൽക്കുന്ന ഇവനെയാണ് നമുക്ക് പറിച്ച് ഇങ്ങോട്ട് വയ്ക്കേണ്ടത്. ഇതാണ് നമ്മളെ ട്രൈപോഡ്. ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ലിങ്ക് വേണ്ടവർ കമന്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ആരെ വീഡിയോ കാണണല്ലേ? ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ലിങ്ക് വേണ്ടവർ കമന്റ് ചെയ്തോ. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോണിന്റെ ബേസിക്സ്. ഓക്കെ, ദിസ് ഈസ് മൈ ബേബി. അങ്ങനെ വിജയകരമായിട്ട് നമ്മൾ ഇതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതായത് മുളക് തൈയുടെ കടയ്ക്കൽ നിന്ന് നമ്മൾ ഓമത്തൈകൾ കേടുകൂടാതെ തന്നെ പറിച്ചെടുത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, പറിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മളുടെ മുളക് തൈയുടെ കടയ്ക്കൽ കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ചെറിയ കുഴി എന്ന് പറഞ്ഞിട്ട് കുഴിക്കാൻ പറ്റേണ്ടതില്ല, അവിടെ ഉണങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് നമുക്ക് നനച്ച് കുതിർത്തി എടുത്തുകൊണ്ട് നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കടക്കാം. ഓമത്തൈ നമുക്ക് ഇതിലേക്ക് കുഴിച്ചിടാവുന്നതാണ്. ഗായ്സ്, അങ്ങനെ നമ്മളെ പണി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ദേ നമ്മളെ മുളക് തൈ ഇതാ നിൽക്കുന്നു. നമ്മളുടെ ഓമത്തൈകൾ ഇതാ നിൽക്കുന്നു. നേരത്തെ ഇതിപ്പോൾ ഓമ കൃഷി പോലെ ആയിട്ടുണ്ടെങ്കിൽ പോലും ഓമ കൃഷിയൊന്നുമല്ല, മുളകിന്റെ കടക്കിൽ നിന്ന് കിട്ടിയത് മാത്രമാണ്. ഓക്കെ, ബൈ. നെക്സ്റ്റ് വേറെ എന്തെങ്കിലും കണ്ടിട്ട് കാണാം. ഗായ്സ്, രണ്ട് ഓട്ട കാണുന്നുണ്ട് ഗായ്സ്. ഇവിടൊക്കെ വെട്ടിത്തെളിക്കാറായിക്കണു. കാടായി. രാത്രി പാമ്പ് മാത്രമല്ല, ഇന്നലെ രാത്രി വരുമ്പോഴാണ് മുള്ളം പന്നി. അടിപൊളി സാധനം, ജസ്റ്റ് മിസ്. അപ്പോൾ നമ്മൾ ബ്ലൂസ്റ്റർ ഇന്ന് ഞാൻ മാത്രം വിളിക്കുന്ന ഇവൻ്റെ മുകളിലാണ് ഇന്ന് പോകുന്നത്. നമ്മളെ കുട്ടിക്കൊമ്പ് അവിടെ കിടക്കുന്നുണ്ട്. അവനെ നമുക്ക് നാളെ പരിചയപ്പെടാം, ഇപ്പോൾ സമയമില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്. അപ്പോൾ നമ്മളെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് തേങ്ങ പൊളിക്കലാണ് സുഹൃത്തുക്കളെ. തേങ്ങ പൊളിക്കൽ. ചക്കിലുണ്ട്, തേങ്ങയുണ്ട്. അപ്പോൾ ഫസ്റ്റ് തേങ്ങ. ഈശ്വര, പോണിയണില്ലല്ലോ. ദെൻ ഇത്ര വലിയ തേങ്ങയിലത്തെ തേങ്ങ ഒന്ന് കാണാലോ. വെറും പറ്റിക്കില്ലാന്നല്ലേ.
ഇത്ര വലിയ തേങ്ങയെന്ന് കിട്ടിയത് ഈ മുട്ടത്തേങ്ങ. അപ്പോൾ ഇനി ചെറുത് മീഡിയം പിടിക്കാം. അതിലും വലിപ്പുണ്ട്, പക്ഷെ ചെറിയ ഗായ്സ്. അങ്ങനെ ഒരു തേങ്ങ കിട്ടിയിട്ടുണ്ട്. പറമ്പ് വൃത്തിയാക്കുമ്പോൾ കിട്ടിയതാണ്. ഇത് കുഴിച്ചിടണോ അതോ പൊളിച്ച് തിന്നണോ? കുഴിച്ചിട്ടാ പന്നി പൊളിച്ച് തിന്നും, അല്ലെങ്കിൽ നമുക്ക് പൊളിച്ച് തിന്നാലോ? അതായിരിക്കും നല്ലത് അല്ലേ? അപ്പോൾ നമുക്ക് പൊളിച്ച് തിന്നാം. ബൈ. പോയി അവിടെ കിടക്കട്ടെ, സ്റ്റാൻഡ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ക്യാമറയിൽ കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ഇതാണ് അവസ്ഥ. പൊട്ടിപ്പോന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പൊങ്ങുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമുക്കിത് പൊളിച്ച് അല്ലേ, ഇത് പൊളിച്ച് നമുക്ക് തിന്നാം. നാരുണ്ടോ? നാറിൻ്റെ ഒരു ഡൗട്ട് ഉണ്ട്. അത് കുഴപ്പമില്ല. ഗായ്സ് ഒന്ന് പൊട്ടി. നീ കത്തിയെടുത്ത് മുറിച്ച് നമുക്ക് അടച്ചെടുക്കാനേ അപ്പോൾ നടക്കുള്ളൂ. അതാണ് മമ്മിക്ക് ഹാൻഡ് ഓവർ ചെയ്തൊക്കെയാണ്. മമ്മിക്ക് എടുത്തു തരും. നമ്മുടെ ഇത് കൊള്ളാട്ടോ. മധുരം ഉണ്ടാവുമോന്ന് അറിയില്ല. ചെറിയ മധുരം ഉണ്ട്. കൊള്ളാം കൊള്ളാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തിന്നു കഴിഞ്ഞാൽ സെറ്റ് ആവും. തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചാലോ? ഇതായിരിക്കും ബെസ്റ്റ്. നല്ല രസമുണ്ട്. ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ